ആലപ്പുഴയിൽ യുവതിയെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറിയെന്ന യുവതിയുടെ മൊഴി. തസ്ലീന സുൽത്താനയാണ് എക്സൈസിന് മൊഴി നൽകിയത്. ഇരുവരുമായുള്ള ബന്ധത്തിന് ഡിജിറ്റൽ തെളിവുകളും എക്സൈസിന് ലഭിച്ചു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, സിനിമയുമായുള്ള ബന്ധം, പലതരത്തിലുള്ള റാക്കറ്റുകൾ, ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞത് സ്ഥിരീകരിക്കുന്ന തെളിവുകളാണോ എക്സൈസിന്റെ കയ്യിലുള്ളതും? തീർച്ചയായിട്ടും എക്സൈസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപർണ, ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്നലെ ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്നും ഇന്നലെ രാത്രി 2 കോടി രൂപയോളം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്നുള്ള മൊഴി തസ്ലീമ സുൽത്താനാണ് നൽകിയിരിക്കുന്നത്. ഇവര് ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള യുവ അഭിനേതാക്കൾക്ക് ഇത്തരത്തിൽ കഞ്ചാവ് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർ പോലീസിന് എക്സൈസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഒപ്പം ഇവരുമായി സഞ്ചരിച്ചിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ കൂടുതൽ പരിശോധന നടന്നു വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നാണ് എക്സൈസ് നാർക്കോട്ടിക് സെല്ല് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ്, അത് സാധാരണ കഞ്ചാവല്ല, 2 കോടി രൂപയാണ്. അതിന് 3 കിലോ കഞ്ചാവിന് 2 കോടി രൂപയാണ് വിപണിയിൽ മൂല്യമുള്ളത്. ഒരു ഗ്രാമിന് ഏകദേശം 10,000 രൂപയേക്കാൾ വില വീഴുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ സാധാരണ ലഹരിയേക്കാൾ MDMA-യേക്കാൾ ഒക്കെ 20 മടങ്ങ് വീര്യമുള്ള ലഹരിയുള്ള കഞ്ചാവാണ് ഇവർ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നത്. വിദേശ ബന്ധങ്ങൾ ഉൾപ്പെടെ എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്തരം ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉൽപാദനമില്ല. അതുകൊണ്ട് തന്നെ അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. തായ്ലൻഡോ മലേഷ്യ അടക്കമുള്ള ഇടങ്ങളിൽ ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ്. ബാംഗ്ലൂർ ആദ്യം എത്തിച്ചു. ബാംഗ്ലൂർ എത്തിച്ചതിന് ശേഷം ക്രിസ്റ്റീന തസ്ലീമ സുൽത്താന, ഇവിടെ അറിയപ്പെടുന്നത്, എറണാകുളത്ത് അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്നുള്ളതാണ്. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളവരാണ് ഇവര്. ചെന്നൈയിലും സിനിമാ ബന്ധങ്ങളുണ്ട്. ഒപ്പം തന്നെ എറണാകുളത്ത് ഇവർക്ക് വ്യാപകമായ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നു. ഇവർ എറണാകുളത്ത് വിതരണം ചെയ്തതിന്റെ ബാക്കിയുള്ള 3 കിലോയാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത്. സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ള ആളാണ്. ഇതിനു മുമ്പ് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഇവർ എറണാകുളത്ത് ഒരു സ്ഥാപനം നടത്തിയിരുന്നു. അവിടെ ഫോട്ടോഷൂട്ടിനെത്തിയ, സിനിമാ മേഖലയിലേക്ക് ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച കേസിൽ ഇവർ പ്രതിയാണ്. അത്തരത്തിൽ ആ കേസിൽ 4ാം പ്രതിയാണ് ഇവർ. അത്തരത്തിൽ സെക്സ് റാക്കറ്റുമായി വലിയ ബന്ധമുള്ള ആളാണ് ഈ തസ്ലീമ എന്നുള്ളതാണ്. തസ്ലീമയുടെ സഹായിയായാണ് ഫിറോസ്, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസിനെ കൂടെ കൂട്ടിയത്. ഫിറോസും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഫിറോസിനും ഈ ലഹരി വിൽപ്പനയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. മാത്രമല്ല, ഈ കേസിൽ വലിയ കണ്ണികൾ ഇനിയും ഉൾപ്പെടാനുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വ്യാപകമാക്കി എന്നാണ് എക്സൈസ് സ്ഥിരീകരിക്കുന്നത്. എറണാകുളത്ത് സിനിമാ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിട്ടുള്ളത്. കോഴിക്കോടും ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നു. ഇന്നലെ രാത്രി ഇവരെ പിടിക്കുന്ന ഘട്ടം മുതൽ തന്നെ ന്യൂസ് 18 വാർത്താ സംഘം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. യാതൊരുവിധ ഭാവഭേദവും ഇല്ലാതെയാണ് ഈ ക്രിസ്റ്റീന കാര്യങ്ങൾ വിവരിക്കുന്നത്. ഒപ്പം ഇവർ എല്ലാ വിധത്തിലുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ആളാണ് എന്ന് എക്സൈസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംശയം തോന്നാതിരിക്കാൻ 2 കുട്ടികളെ, അതായത് ഇവരുടെ 2 ചെറിയ കുട്ടികളെ കൂടി, മൈനറായ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. കുട്ടികളെ എന്തായാലും സുരക്ഷിത സ്ഥാനത്തേക്ക് എക്സൈസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ചെന്നൈ, എറണാകുളം, ഒപ്പം തന്നെ കണ്ണൂർ, ഇവർ ജനിച്ചു വളർന്നൊക്കെ കണ്ണൂരാണ്. പിന്നീട് ചെന്നൈയിലേക്ക് പോകുന്നു. ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഈ മേഖലകൾ, കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ ഇവർ ഇത് കൈമാറിയിട്ടുണ്ട്. വേറെ ആളുകൾക്ക് ഇത് കൊടുക്കാനായി കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഒക്കെ ഇവർ എക്സൈസിന് കൈമാറിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ക്യാച്ചാണ് എക്സൈസ് നാർക്കോട്ടിക്സ് സെൽ CI മഹേഷ് നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ആലപ്പുഴയിൽ നടത്തിയത്. നമുക്കറിയാം, ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇവിടെ ലഭ്യമായ ഒന്നല്ല. പ്രത്യേക ഊഷ്മാവിൽ AC റൂമുകളിൽ കൃത്രിമമായി വളർത്തിയെടുക്കുന്ന ചെടികളാണ്. ഇതിന് നൽകുന്ന 2 ഇനം കഞ്ചാവ്, സാധാരണഗതിയിലുള്ള 2 ഇനം കഞ്ചാവുകളെ കൂട്ടി ഹൈബ്രിഡ് ആക്കിയാണ് ഇത്തരം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് തായ്ലാന്റ്, മലേഷ്യ അടക്കമുള്ള ഇടങ്ങളിൽ മെഡിസിൻ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നു. ഇതിന്റെ വീര്യം സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് കൂടുതലാണ് എന്നുള്ളതാണ്. ഒപ്പം ഇന്ത്യയിൽ ഇത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസുകളിൽ ഉണ്ടാകുന്ന ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്
സാധാരണ കഞ്ചാവ് പിടിച്ചാൽ ഉണ്ടാകുന്ന കേസ് മാത്രമേ ഇപ്പോഴും ഈ ഹൈബ്രിഡ് ഇനത്തിലും ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ MDMAയേക്കാൾ മാരകമായ ലഹരി നൽകുന്ന അതിനേക്കാൾ വിലയുള്ള ലഹരി വസ്തുവാണ് ഈ കഞ്ചാവ്. ഒപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരു ഡോസിൽ വ്യത്യാസം വന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന അപകടകാരിയായ ലഹരി വസ്തു എന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട്. അത്തരത്തിൽ വളരെ വീര്യം കൂടിയ കഞ്ചാവാണ്. സാധാരണഗതിയിൽ ഇത് എയർപോർട്ടിന്റെ അറൈവൽ സമയത്ത് അത്തരത്തിൽ കസ്റ്റംസ് ആണ് സാധാരണ പിടികൂടാറുള്ളത്. ഇത്തരത്തിൽ നാട്ടുമ്പുറങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ഇടങ്ങളിലോ വിൽപ്പന നടത്തി പിടികൂടുന്ന സാഹചര്യം വളരെ കുറവാണ്. വളരെ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വലിയ ക്യാച്ച്, അതായത് 2 കോടി രൂപ വിലമതിക്കുന്ന ഒരു ഉൽപ്പന്നം കഞ്ചാവ് അവർക്ക് കിട്ടുന്നത്. ഇവര് ഓമനപ്പുഴയിലെ മാരാരി ഗാർഡൻ എന്നുള്ള ഒരു റിസോർട്ടിലാണ് എത്തിയത്. രാവിലെ എക്സൈസ് നടത്തിയ ചില പരിശോധനകളുടെ ഭാഗമായി 2-3 ആളുകൾ കിട്ടിയിരുന്നു. അവരിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുക്കിയ കെണിയിലേക്ക് ക്രിസ്റ്റീനയും ഒപ്പം തന്നെ ഈ ഫിറോസും വന്ന് വീഴുകയായിരുന്നു. ആ റിസോർട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച ശേഷമാണ് ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടി ഇവര് എക്സൈസ് വളഞ്ഞത്. അതിനുശേഷം ഇവരുടെ ബാഗിൽ നിന്നായിരുന്നു ഇത് കണ്ടെത്തിയത്. ഇന്നലെ തന്നെ അത്തരത്തിൽ ഓരോ ഘട്ടത്തിലും ചോദ്യം ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ വിവരിച്ചിരുന്നത്. താൻ പീഡനക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഉൾപ്പെടെ അവർ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എക്സൈസിനോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു. വളരെ കോൺഫിഡൻസോടെ, അതായത് വലിയ കണ്ണികൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ക്രിസ്റ്റീന അത്തരത്തിൽ വളരെ കോൺഫിഡൻസോടെയാണ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നിന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും കാര്യങ്ങൾ അറിയാനുണ്ട് എന്നതാണ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. സിനിമാ ബന്ധം കൂടി ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് വരുന്നു. ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറി എന്നുള്ള മൊഴി നൽകിയിരിക്കുന്നു. ഇതിൽ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ എക്സൈസിന് ലഭിക്കുകയും ചെയ്യുന്നു. സിനിമാ പ്രവർത്തകൻ ബൈജു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നു. വീണ്ടും ലഹരിയുടെ സ്വാധീനം, ലഹരി ബന്ധം സിനിമയിൽ ശക്തമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവ് കൂടിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ സിനിമാ മേഖലയിലുള്ളവർ നിഷേധിക്കുമ്പോഴും ഈ പുറത്തു വരുന്ന തെളിവുകൾ അതല്ല പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് ആലപ്പുഴയിൽ നിന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ ബൈജു കൊട്ടാരക്കര? അപർണ, ഇത് കുറെ കാലങ്ങളായില്ലേ തുടങ്ങിയിട്ട്. ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയാണെങ്കിലും ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഒക്കെ ഈ ലഹരിയുടെ ഉപയോഗമുണ്ടെന്നും അതിന്റെ വിപണനം ലൊക്കേഷനുകൾ നടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയതാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ ഈ എക്സൈസും ഒക്കെ എവരെ ആരെയും നിരീക്ഷിക്കുന്നില്ല? സിനിമ ലൊക്കേഷനുകൾ എന്തുകൊണ്ട് കയറി പരിശോധിക്കുന്നില്ല? ഇടയ്ക്കൊരിക്കലും സിനിമ ലൊക്കേഷനിൽ കയറി പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സിനിമാക്കാർ തന്നെയാണ് എതിർത്തത്. ഇപ്പൊ ലഹരിക്കെതിരെ കരഞ്ഞോണ്ട് കിടക്കാണ് ലോകം മുഴുവനും ആളുകൾ. അങ്ങനെ കരഞ്ഞോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സിനിമാക്കാരനെന്താ കൊമ്പുണ്ടോ? ഇത് ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ആവശ്യമാണ്. അല്ലാതെ ആരെങ്കിലും സിനിമാക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഈ ലഹരി കൈവശം വെക്കുകയും ലഹരി ഉപയോഗിച്ചൊന്നും നടക്കുകയും ചെയ്യുന്ന ആളുകളെ ഇതേപോലെ നിസാരക്കാരായി വിട്ടുകഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. ഇത് മാത്രമൊന്നുമല്ല, ഈ ശ്രീനാഥ് ഭാസിയും അതേപോലെ ഷൈൻ ടോം ചാക്കോയും മാത്രമൊന്നുമല്ല. ഒന്ന് അന്വേഷിച്ച് നോക്കണം എന്തൊക്കെയാണ് നടക്കുന്നത് സിനിമയില്. എല്ലാവരും പറയും സിനിമയിൽ ലഹരി തീർന്നു എന്ന്. ഒന്നും തീർന്നിട്ടില്ല. ഏറ്റവും വലിയ വിപണനം നടക്കുന്ന സിനിമ ഇൻഡസ്ട്രിയിലാണ്. ഈ ലഹരിയുടെ ഈ പറയുന്ന കോഴിക്കോടോ കൊച്ചിയിലോ ഒക്കെ, കോഴിക്കോടും കൊച്ചിയിലും കണ്ണൂരും ഒക്കെ ഉള്ള ഈ സംഘങ്ങൾ അത് ഏറ്റവും കൂടുതൽ വിപണനം നടത്തുന്നത്, ബാംഗ്ലൂരിൽ വന്ന് കൊണ്ടു കൊടുക്കുന്നത് ഇതൊക്കെ ഈ സിനിമ ലൊക്കേഷനുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് അതുകൊണ്ട് എല്ലാ സിനിമാക്കാർക്കും പേര് ദോഷമാണ് ഇവര് കാരണം. ഇങ്ങനെയുള്ള ചില താന്തോന്നികൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഇവരെ പോലെയുള്ള ചില ആളുകൾ മലയാള സിനിമാ രംഗത്തുള്ളത് കൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഴുവൻ പേര് ദോഷമായിട്ടിരിക്കുകയാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആര് ചോദിച്ചാലും അവൻ MDMA ആണ്, അവന് മറ്റേ സ്റ്റാമ്പാണ്, മറ്റേതാണ് മറിച്ചതാണെന്നാണ് പറയുന്നത്. ഇതുപോലെ ചില ആളുകൾ കാരണം. അതുകൊണ്ട് വളരെ ശക്തമായി നിയമം ഇനിയെങ്കിലും സർക്കാർ കണ്ണടച്ചിരിക്കാതെ ലൊക്കേഷനുകളിൽ പരിശോധന വേണം. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ പറഞ്ഞ അത് ശരിയാണ്. ലൊക്കേഷൻ ഇപ്പൊ വലിയ തരത്തിൽ ലഹരി വേട്ട നടക്കുമ്പോഴും സ്കൂൾ മുതൽ ആശുപത്രികൾ വരെയുണ്ട്. പക്ഷെ ലൊക്കേഷനുകളിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പരിശോധനയുടെ വാർത്തകളൊന്നും പുറത്തു വരാത്തതിന് കാരണം വലിയ സ്വാധീനവും സമ്മർദ്ദവും എന്നാണോ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഈ ലൊക്കേഷനുകളിൽ കയറി പരിശോധിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സിനിമാ സംഘടനകൾ, നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും ചില ടെക്നീഷ്യന്റെ സംഘടന, ഒരു സംഘടനയാണെങ്കിലും അവരൊക്കെ പറഞ്ഞത് അങ്ങനെ പരിശോധിച്ചാൽ ലൊക്കേഷനുകളിൽ അത് ശരിയാവില്ല. പോലീസുകാർ കയറി പരിശോധിച്ചാൽ, എക്സൈസുകാർ പരിശോധിച്ചാൽ ശരി. എന്തുകൊണ്ട് പരിശോധിച്ചാൽ ശരിയാവില്ല? ഇവരൊക്കെ ശരിയാകത്തില്ല എന്ന് പറയുന്ന അവർക്കൂടെ ചിലപ്പോൾ ഗുണമുണ്ടായിട്ടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് സർക്കാർ അത് മുഖവിലക്കെടുക്കരുത്. എടുക്കാതെ ലൊക്കേഷനുകളിൽ പരിശോധന വളരെ ശക്തമായി നടത്തണം. അവർക്ക് സിവിൽ ഡ്രസ്സിൽ പോയി കൂടി.